നിർണായക UDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ് പ്രധാന അജണ്ട. UDF സർക്കാരിന്റെ മദ്യനയവും യോഗത്തിൽ ചർച്ചയാകും. PM ശ്രീ അതിവേഗ റെയിൽപാത, അദാനിയുടെ ഓഹരി കൈമാറ്റം തുടങ്ങിയ വിവാദ വിഷയങ്ങളും യോഗത്തിൽ ഉയർന്നേക്കും. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, UDF അധികാരത്തിലെത്തിയതിനു ശേഷം ഇതാദ്യമായാണ് യോഗം ചേരുന്നത്. ഈ യോഗം വിളിക്കാൻ വൈകുന്നതിൽ തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് അതൃപ്തിയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ യോഗം ചേരുകയാണ്. അജണ്ടകൾ എന്തൊക്കെ? നാളെയാണ് ശ്രുതി കീർത്തന യോഗം ചേർന്നത്. തിരുവനന്തപുരത്ത് ചേർന്ന UDF യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ്. കാരണം സർക്കാർ അധികാരമേറ്റെടുത്ത് ബോർഡ് കോർപ്പറേഷൻ വിഭജനം വൈകുന്നതിൽ ഘടകകക്ഷികൾക്കൊക്കെ അസംതൃപ്തിയുണ്ട്. KPCC പുനഃസംഘടന വൈകുന്ന സാഹചര്യത്തിലായിരുന്നു ബോർഡ് കോർപ്പറേഷൻ ചർച്ചകൾ പോലും തുടങ്ങാതിരുന്നത്. അപ്പോൾ അതിൻ്റെ വിഭജനം പൂർത്തിയാക്കുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് യോഗം. അതിനൊപ്പം തന്നെ വിവാദമായ മറ്റു വിഷയങ്ങളും ചർച്ചയാകും. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതി, അതേപോലെ അദാനിയുടെ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റ വിവാദം, അങ്ങനെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്യും. അതിവേഗ റെയിൽപാത മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച. കാരണം അതിവേഗ റെയിൽപാതയ്ക്ക് മുമ്പുണ്ടായിരുന്ന കേരയിൽ വിരുദ്ധ സമരസമിതിയെ നയിച്ചത് തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ പദ്ധതി നടപ്പിലാക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും യോഗത്തിലുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമാവുക ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ്. ഘടകകക്ഷികളുമായി പ്രത്യേകം ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കും. ആദ്യഘട്ടത്തിൽ ഒരുമിച്ചുള്ള ചർച്ച എന്ന നിലയിലാണ് UDF യോഗം. അതേപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളും ചർച്ചയാകും. കാരണം ഏതാണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും UDF യോഗം വിളിച്ചു ചേർക്കാത്തതിൽ കടുത്ത അതൃപ്തി അടൂർ പ്രകാശ് പോലും പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ സമയക്കുറവാണ് UDF യോഗം വിളിച്ചു ചേർക്കാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് അടൂർ പ്രകാശ് പരസ്യമായി പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി UDF ചെയർമാൻ കൂടിയായ VD സതീശൻ യോഗം വിളിച്ചു ചേർത്തത്. മറ്റന്നാളാണ് യോഗം ചേരുക. നിർണായക UDF യോഗമാണ് നാളെ തിരുവനന്തപുരത്ത് ചേരുന്നത്. വിശദാംശങ്ങളാണ് റോഷിപാൽ നൽകിയത്.